അന്താരാഷ്ട്ര ഇസ്ലാമിക വേദികൾ പരിശോധിക്കുക. ശാന്തപുരം ഉസ്താദിന്റെ നിറസാന്നിധ്യം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമുക്കറിയാം, ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ, അമേരിക്കയിലെ വാഷിംഗ്ടണിൽ, സൗത്ത് ആഫ്രിക്കയിൽ, ശ്രീലങ്കയിൽ, ഈജിപ്തിൽ, കൈറോയിൽ, മൊറോക്കയിൽ എന്ന് വേണ്ട ഇസ്ലാമിക സ്പന്ദനങ്ങളുള്ള മുഴുവൻ പ്രദേശങ്ങളിലും ഇന്ത്യൻ മുസൽമാന്റെ നായകനായി ഇന്ത്യയിലെ 20 കോടിയിൽ പരം വരുന്ന മുസ്ലിമീങ്ങളുടെ കരുത്തുറ്റ നേതൃത്വമായി നിറസാന്നിധ്യം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുതിക്കുകയാണ്. ശാന്തപുരം ഉസ്താദിന്റെ മുന്നിലുള്ള മുഴുവൻ പ്രതിസന്ധികളെയും സുന്നിതമാകുന്ന വിശ്വാസത്തിൽ കാറ്റിയെടുത്ത ആദർശമാകുന്ന ആയുധം കൊണ്ട് വകഞ്ഞു മാറ്റി ശാന്തപുരം ഉസ്താദ് കുതിക്കുകയല്ലേ. ഏതൊക്കെ രൂപത്തിലുള്ള അപവാദങ്ങൾ, കുപ്രചരണങ്ങൾ, ഏതൊക്കെ രൂപത്തിലുള്ള ആക്ഷേപങ്ങൾ, ഏതൊക്കെ രൂപത്തിലുള്ള ടൈറ്റിലുകൾ പലരും വിളിച്ചില്ലേ. ശൈഖുലയെ NDP ആക്കിയവർ, ശൈഖുലയെ അരിവാളാക്കിയവർ, ശൈഖുലയെ താമരയാക്കിയവർ, ശൈഖുലയെ സമൂഹ മധ്യത്തിൽ തകർക്കുവാൻ വേണ്ടി കാർട്ടൂണുകൾ വരച്ചവർ, ചിത്രങ്ങൾ വരച്ചവർ, പാതിരയുടെ മറവിൽ തന്തയില്ല പോസ്റ്ററുകൾ ഒട്ടിച്ചവർ, അവരൊക്കെയും ഇന്ന് എവിടെയാണ്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശാന്തപുരം ഉസ്താദ് തിളങ്ങുകയാണ്. ഉസ്താദിന്റെ മുന്നോട്ടുള്ള ഗമനങ്ങളെ, സത്യത്തിന്റെ സന്ദേശങ്ങളെ മാനവശ്രവണ പുടങ്ങളിൽ നിന്നും വായിച്ചു കളയുവാൻ കാട്ടുകുറുക്കന്റെ തൂക്കുവെളിയുമായി തൂക്കി നടന്നവർ ഇന്ന് സമൂഹത്തിൽ എവിടെ പോയി? പ്രിയമുള്ള സഹോദരന്മാരെ, കൊലപാതകത്തിന്റെ പേരിൽ കൊലക്കയറിലേക്ക് ഉലമയെ വലിച്ചിഴക്കുവാൻ വേണ്ടി ചുവന്ന കുന്നുകൾക്ക് ചുറ്റും ആർപ്പുവിളിയുമായി കാത്തിരുന്നവർ ഇന്നെവിടെ പോയി? കഴിഞ്ഞില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏതൊക്കെ രൂപത്തിലുള്ള അപവാദം, ലക്ഷങ്ങൾ കട്ടു എന്ന് പറഞ്ഞു നടന്നവർ അവസാനം കോടികൾ കൊടുത്തു എന്ന് പറഞ്ഞു നടക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടില്ലേ? റിയാദിലെ ജീവനയിൽ ശാന്തപുരമുസ്താദിന്റെ കൈകളിലും കാലുകളിലും കൂച്ചുവിലങ്ങിട്ടുകൊണ്ട് ശാന്തപുരം ഉസ്താദിന്റെ മുന്നോട്ടുള്ള ഗമനങ്ങളെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടി രാവും പകലും അധ്വാനിച്ച മാന്യന്മാർ ഇന്നെവിടെയാണ്? വൈദ്യന്റെ ഖരാറിന്റെ പേരിൽ ശാന്തപുരം ഉസ്താദിന്റെ ആദർശത്തെ ചോദ്യം ചെയ്തവർ ഇന്നെവിടെ പോയിരിക്കുന്നു? പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുഴുവൻ വെല്ലുവിളികളെയും നെഞ്ചൂക്കോടെ നേരിട്ടുകൊണ്ട് അപവാദങ്ങളുടെയും കുപ്രചരണങ്ങളുടെയും ദൂരമ്പുകളെയും ഏറ്റുവാങ്ങിക്കൊണ്ട് സത്യത്തിനെതിരെ ഉറഞ്ഞു കൊള്ളുന്ന സർപ്പങ്ങളെ വിശ്വാസമാകുന്ന വജ്രായുധം കൊണ്ട് വകഞ്ഞു മാറ്റി പ്രയാസം തുടരുക തന്നെയാണ്. മാനുഷിക മൂല്യങ്ങൾക്ക് വേണ്ടി, മനുഷ്യത്വത്തിന് വേണ്ടി, മതസൗഹാർദ്ദത്തിന് വേണ്ടി, സഹിഷ്ണുതയ്ക്ക് വേണ്ടി ശാന്തപുരം ഉസ്താദ് പണയോട്ട ഭൂമിയിൽ ധീരമായി മുന്നേറുകയാണ്. നാം കണ്ടതല്ലേ കണ്ണൂരിന്റെ മണ്ണിൽ, അതേ രാജാപുരത്തിന്റെ മണ്ണിൽ പാവപ്പെട്ട മനുഷ്യ മക്കളെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലപ്പെടുത്തിയ രംഗം നാം കണ്ടതാണ്. മനുഷ്യരക്തം പലപ്പൊഴുകിയ രംഗം നാം കണ്ടതാണ്. തെരുവായ തെരുവ് മുഴുക്കയും പച്ചമാംസം വാസനിച്ചത്, പകപോട്ടലുകളുടെ പേരിൽ വാരി വിതറിയ ബോംബുകൾക്ക് മുന്നിൽ കരിഞ്ഞമർന്ന ജീവനുകൾ നമുക്കറിയാം. എട്ടും പൊട്ടും തിരിയാത്ത നിശുമാരയും അജ്ഞമാരയുമൊക്കെ കഷ്ടമായി രാജീയ ഖാബാലികന്മാരും വർഗീയ കോമരങ്ങളും വേട്ടയാടിയപ്പോൾ ശാന്തപുരം ഇറങ്ങിത്തിരിച്ചു. അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യ മനസ്സുകളെ കോർത്തുണങ്ങാൻ അരുത്, ചെയ്യരുത്, കാട്ടാളത്വം ചെയ്യരുത് എന്ന പ്രഖ്യാപനവുമായിട്ട് രംഗത്ത് വരാൻ ഏതെങ്കിലും ഒരു മതപണ്ഡിതന് അർത്ഥമുണ്ടായിരുന്നുവെങ്കിൽ ഇന്ത്യൻ മുസൽമാൻ നവോത്ഥാന നായകൻ, കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷൻ ഖമറുൽ ഉലമ ശാന്തപുരം ഉസ്താദിന് മാത്രമായിരുന്നു. കണ്ടില്ലേ? നാം കണ്ടവരല്ലേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, രാജ്യത്തിന്റെ ഓരോ ഭൂമിയും, രാജ്യത്തിന്റെ ഓരോ ഭൂമിയും കാർഗിലേക്ക് ഇരച്ചു കയറിയ പാക് പട്ടാളക്കാരൻ കൈയടക്കാൻ ശ്രമിച്ചപ്പോൾ, ഇന്ത്യ മഹാരാജ്യത്തിലെ ധീര ജവാന്മാരെ ഇഞ്ചിഞ്ചായിട്ട് വേട്ടയാടാൻ ശ്രമിച്ചപ്പോൾ, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈതുപ്പുന്ന വെടിയുണ്ടകൾക്ക് മുന്നിൽ വിരുമാറി കാണിച്ച മാപ്പിള മക്കളുടെ പാരമ്പര്യമുള്ള ഇന്ത്യൻ മുസൽമാന്റെ കാര്യദർശി ഖമറുൽ ഉലമ ശാന്തപുരം ഉസ്താദ് അടങ്ങിയില്ല. പ്രഖ്യാപിച്ചില്ലേ അന്ന് രാജ്യത്തിന്റെ ഒരു ഇഞ്ച് ഭൂമി സംരക്ഷിക്കുവാൻ, രാജ്യത്തിന്റെ ഒരു ഭൂമി സംരക്ഷിക്കുവാൻ പാക് പട്ടാളക്കാരന്റെ നിറനോട്ടുകൾക്ക് മുന്നിലേക്ക് എന്റെ പ്രസ്ഥാനത്തിന്റെ വക്താക്കളുണ്ടല്ലോ. സമസ്തയുടെ അർദ്ധചന്ദ്ര നക്ഷത്രക്കു ഭാഗിക ഹരിതകവള പതാകയ്ക്ക് പിന്നിൽ അണിനിരന്ന ലക്ഷക്കണക്കായ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, ഹരിതകവള നീലിമ പതാകയ്ക്ക് പിന്നിൽ അണിനിരന്ന എൽഎസ്എഫിന്റെ കർമ്മോത്സുകരായ ചുടകുട്ടികളെ ഈ രാജ്യത്തിന്റെ ഒരു ഭൂമി സംരക്ഷിക്കുവാൻ വേണ്ടി വിടാൻ ഞാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച കാന്തപുരം രാജ്യത്തോടുള്ള കൂറവിടെ ഊട്ടിയുറപ്പിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ,
വർഗീയതക്കെതിരെ പാറാടിന്റെ മണ്ണിൽ പാവപ്പെട്ട മനുഷ്യ മക്കളെ നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തിയപ്പോൾ സമാധാനത്തിന്റെ ദൂതുമായി അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് കടന്നു ചെന്ന കാന്തപുരം ഉസ്താദ് അവിടെ നിറം നോക്കിയില്ല, നിസ്കാരത്തിടം നോക്കിയില്ല, കുറി നോക്കിയില്ല, മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവർത്തിച്ചില്ലേ. കാണാം നമുക്ക് അവസാനമായും കാന്തപുരം ഉസ്താദിന്റെ ആ മനുഷ്യത്വം, ആ മാനുഷികമായ മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധത നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോകത്തെ കോടാനക്കോടി വിശ്വാസികൾ, ലോകത്തെ കോടിക്കണക്കിന് വിശ്വാസികൾ അവരുടെ ഹൃദയത്തിന്റെ തുടിപ്പായി ജീവനതുല്യം സ്നേഹിച്ച ഇന്ത്യയിലേക്ക് ഒരു പറ്റം സാമൂഹ്യ ദ്രോഹികൾ ഇരച്ചു കയറിയില്ലേ. ഇരച്ചു കയറി ആ സ്ഥാപനത്തെ തല്ലിത്തകർക്കാൻ ശ്രമിച്ചു, അന്തേവാസികളെ തല്ലിത്തകർക്കാൻ ശ്രമിച്ചു, സ്ഥാപനത്തിൽ മലിനാഭിഷേകം നടത്താൻ ശ്രമിച്ചപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നും വിളിച്ചു ചോദിച്ചു സുന്നത്തിന്റെ മാമത്തിന്റെ കർമ്മധീര പോരാളികൾ ഒന്ന് പ്രഖ്യാപിച്ചാൽ മതി, അങ്ങനെ വാദത്താൽ മതി, ഞങ്ങൾ. പക്ഷേ കാന്തപുരം ഉസ്താദ് അവിടെയും കാരുണ്യമാണ് കാണിച്ചത്. വഞ്ചനയുടെ ലാഞ്ചന പോലുമില്ലാത്ത പുഞ്ചിരിയുമായി ലോകത്തോട് പ്രഖ്യാപിച്ചില്ലേ, അരുത് മക്കളെ, നാം ഒരിക്കലും അത്തരത്തിലുള്ള അനാവശ്യമായ കട്ടാളത്തത്തിന് കൂട്ടുനിൽക്കുന്നവരല്ല. നാം പഠിപ്പിക്കുന്ന ആദർശം ലോകത്തിന്റെ വിത്തുന്നു, സത്യത്തിന്റെ സത്യന്നു, സമാധാനത്തിന്റെ മുത്തുമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുന്നതമായ ആദർശമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹുദൈബിയ സന്ധിയിൽ വരെ അവസാനവട്ട കീഴ്വഴക്കത്തിന് തയ്യാറായ മുത്തുനബിയുടെ പവിത്രമായ ചുണ്ടുകളിൽ നിന്നും അവിടുത്തെ സ്വർണ്ണ വിഭ്രമ പുഞ്ചുണ്ടിൽ നിന്നും ഉതിർന്നു വീഴുന്ന വചനങ്ങളുണ്ടല്ലോ, ആ വാക്കുകളെ കൊണ്ടല്ലേ ആയിരക്കണക്കായ ചുറുചുറുപ്പുള്ള ചെറുപ്പക്കാർ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടുന്ന സദസ്സ് അവിടെ ബുഖാരി തുടങ്ങി തന്നത്. നിങ്ങൾ ഭൂമിയിൽ കരുണയുള്ളവരായി മാറുക, ഭൂമിയിൽ നിങ്ങൾ സമാധാനത്തിന്റെ പാലകരായി മാറുക, നീതി പഠിപ്പിക്കുന്നവരായി മാറുക. എന്നാൽ അഖിലാണ്ട കടാഹങ്ങളുടെയും ഉടമയായ സിദ്ധാവായ റബ്ബുൽ ഇസ്സത്ത് നിങ്ങളുടെ മേൽ കാരുണ്യത്തിന്റെ വാതായനങ്ങൾ തുറക്കുമെന്നല്ലേ അവിടെ ബോധിപ്പിച്ചത്. നമസ്കാരത്തിന് ശേഷം വർഗത്തിന്റെ വിശാലമായ ഓഡിറ്റോറിയത്തിൽ ശുദ്ധമായ ബുഖാരി ശരീഫ് വായിച്ചുകൊണ്ട് ശിഷ്യന്മാരോട് ശൈഖുന പറയുന്നു, സലൂനി മാ വദഅലകും, നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിക്കുക. കാശ്മീരിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നുമൊക്കെ വന്ന പണ്ഡിത സുഹൃത്തുക്കൾ അറബിയിലും ഉറുദുവിലും മലയാളത്തിലുമായി ചോദ്യക്ഷരങ്ങൾ എഴുതിവിടുമ്പോൾ ശൈഖുനാ കാന്തപുരം ഉസ്താദ് പതറാതെ ഓരോ ചോദ്യങ്ങൾക്കും ചോദ്യത്തിനനുസരിച്ച് വിജ്ഞാനത്തിന്റെ മലർമുത്തുകൾ വാരി വിതറുന്ന രംഗം നിത്യസംഭവമായി മർക്കസിൽ അരങ്ങേറുന്നു. ശൈഖുനാ കാന്തപുരം ഉസ്താദ് സദസ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങി ഉസ്താദിന്റെ ഓഫീസിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോഴേക്കും വിവിധങ്ങളായ പ്രശ്നങ്ങളുമായി നാടിന്റെ നാനാഭാഗത്തു നിന്നും വന്നെത്തിയ നിരവധി ആളുകൾ തിങ്ങി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതിൽ രാഷ്ട്രീയ പ്രമുഖരുണ്ട്, അഭ്യസ്ത വിദ്യരുണ്ട്, പട്ടിണി പാവങ്ങളുണ്ട്, പുരയില്ലാത്തവരും കടത്തിൽ കുടുങ്ങിയവരും മക്കളെ കെട്ടിക്കാനുള്ളവരും മറ്റ് പ്രശ്നങ്ങളുമായി ഒരു വിഭാഗം, മഹല്ലിലെ മസ്ലഹത്തും സംഘടനയിലെയും സ്ഥാപനത്തിന്റെയും പള്ളിയുടെയും പ്രശ്നങ്ങൾ പറഞ്ഞ് വേറെ ഒരു വിഭാഗം. വന്ദ്യരായ കാന്തപുരം ഉസ്താദിന്റെ മുന്നിൽ സാന്ത്വനവും തേടി വന്നവരാണവർ. എല്ലാവരെയും സമാധാനിപ്പിച്ച് പറഞ്ഞേച്ച ശേഷം 100 ഘട്ടം പ്ലാനുകളുമായി ശൈഖുനാ കാന്തപുരം സമുദായത്തിനു വേണ്ടി, സമൂഹത്തിനു വേണ്ടി യാത്ര തിരിക്കുകയാണ്. തന്റെ പരിപാടികൾ കഴിഞ്ഞ് പലപ്പോഴും പാതിരാത്രി 3 മണിക്കും 4 മണിക്കുമൊക്കെയാണ് ശൈഖുനാ കാന്തപുരം ഉസ്താദ് മർക്കസിലെത്തുന്നത്. തീർന്നില്ല, കേവലം അരമണിക്കൂറോ 1 മണിക്കൂറോ മാത്രം ഉറങ്ങി സുബഹി നമസ്കാരത്തിന് വേണ്ടി മർക്കസ് ക്യാമ്പസിലെ മസ്ജിദുൽ ഹാമിദി 1-ാം സഫിൽ ദിക്റും ചൊല്ലി ജമാഅത്ത് പ്രതീക്ഷിച്ചിരിക്കുന്ന മഹാ പണ്ഡിത പ്രതിഭയെ നമുക്ക് കാണാൻ സാധിക്കും.